നമ്മുടെ പുസ്തകത്തിൽ 53 ലേഖനങ്ങളുണ്ട്. 53 ലേഖനങ്ങളും എബ്രഹാം സാറിന്റെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ലേഖനങ്ങളാണ്. ഈ പുസ്തകം എബ്രഹാം സാറിനുള്ള ഒരു സ്മരണാഞ്ജലിയാണ് എന്നതിൽ അപ്പുറം എബ്രഹാം സാർ ആരായിരുന്നു, എന്തായിരുന്നു, എന്താണ് എന്ന് അടയാളപ്പെടുത്താനുള്ള ശ്രമമാണ് നമ്മൾ ഈ പുസ്തകത്തിലൂടെ നടത്തിയത്. മമ്മൂട്ടിയെ പോലെ, നസീറിനെ പോലെ നിത്യകരിത നായകനായിട്ടാണ് അദ്ദേഹം നമ്മളെല്ലാം മനസ്സിൽ നിന്നിരുന്നത്. 4 വർഷത്തെ ജീവിതകാലം ഈ പുസ്തകത്തോടെ നിങ്ങൾ പോകും മനസ്സിലാവും. 4 കൊല്ലത്തെ ജീവിതകാലത്തിലൂടെ കേരളത്തിന്റെ ജനജീവിതത്തെ ഇത്രമേൽ സ്വാധീനിച്ച ഒരാൾ ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. 4 വർഷം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണം. 10 പ്രസിദ്ധീകരണങ്ങള്, രാഷ്ട്രദീപിയുടെ എഡിഷനുകള്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ചെയ്യാൻ തണ്ടാടമില്ലാത്ത ഒരു തേങ്ങയും എടുത്ത് അങ്ങ് കാസർഗോഡ് ജില്ലയിലെ രാജപുരത്ത് തിരുവനന്തപുരം വരെ നടക്കാൻ ഇന്നും ഏത് പാർട്ടിക്ക് കഴിയൂ? ആർക്കതിന് ചങ്കുറപ്പുണ്ട്? ഒരു തേങ്ങയും എടുത്താന്ന് വിചാരിക്കണം കേരളപ്രചരണ യാത്ര സംഘടിപ്പിച്ചത്. അങ്ങനത്തെ ഒരാൾ കേരളത്തിൽ ഉണ്ടായിട്ടില്ല, കേരളത്തിൽ ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഒരു 4 കൊല്ലം കൂടി ഇരുന്നാൽ അദ്ദേഹം കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ ആർക്കും കഴിയാത്ത കുറെ റെക്കോർഡുകൾ അതൊക്കെ ഉണ്ടാക്കുമായിരിക്കും. ജ്യോതിഷമാനി, രാമകൃഷ്ണപിള്ള ഉൾപ്പെടെ പലരും ദീപികയിൽ എഡിറ്റോറിയൽ എഴുതി, പലരും ദീപികയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദീപിക എന്ന പത്രത്തിൽ ജോലി ചെയ്ത വളരെ പ്രഗത്ഭരായ ആൾക്കാർ, മുട്ടത്തുവർക്കി സാർ 24 വർഷം അദ്ദേഹം ദീപികയുടെ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്നു. പി ഭാസ്കരൻ മാഷ് ദീപികയുടെ ആഴ്ചപ്പതിപ്പിന്റെ എഡിറ്ററായിരുന്നു. ആദ്യ സാഹിത്യകാരൻ വേളൂർ കൃഷ്ണൻകുട്ടി എഡിറ്ററായിരുന്നു. നിധീരിക്കൽ മാണിക്കത്തനാരെ പോലും ദീപിക അനുസ്മരിക്കുന്നില്ല. അപ്പൊ ഞാൻ ആവശ്യപ്പെടുകയാണ്, ഡോക്ടർ പി കെ അബ്രഹാം ഈ 139 കൊല്ലത്തെ ദീപികയുടെ ചരിത്രത്തിൽ പി കെ അബ്രഹാമിനെ പോലെ ഒരാൾ ദീപികയ്ക്ക്, കേരള സഭയ്ക്ക്, ഈ പൊത്തത്തിൽ വെള്ളിമറ്റം പിതാവ് എഴുതിയിട്ടുണ്ട്, കേരള സഭ ഡോക്ടർ പി കെ അബ്രഹാമിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വെള്ളിമറ്റം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പൊത്തത്തിന്റെ വിജയം. നമ്മള് അദ്ദേഹത്തിന്റെ പേരിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തനമുള്ള ഒരു പുരസ്കാരം കൂടെ ഏർപ്പെടുത്താനുള്ള ഒരു ഓർമ്മ ഇതും കൂടെ ചെയ്യാനുള്ള ബാധ്യത അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തിയാണ്.